റൂമിലുള്ള ഒരാൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ മൂപ്പര് ബെഡ് കാലി താഴത്തെ ബെഡിൽ കിടക്കുന്ന ആളാണ് പോയതെങ്കിൽ പിന്നെ പറയേണ്ട മേലെ കിടക്കണവർക്കൊക്കെ പൂതി താഴെ കിടക്കാനായിരിക്കും. താഴെ ഒരു ഫ്രീ ബെഡ് കിടക്കുന്നുണ്ടപ്പോ ഇനി ഇവിടേക്ക് അങ്ങോട്ട് മാറിയാലോ. എനിക്ക് ആദ്യം എല്ലാവരും പ്രശ്നമാണ്. സ്ഥലം മാറി കിടന്നാ പിന്നെ ഉറക്കം വരൂല. എല്ലാ റൂമത്തി പോലെ ഇവിടെ ഉണ്ട് ഞങ്ങളെ ദേശീയ ജീവി. പിന്നെ നേരെ ഡ്യൂട്ടിക്ക് വന്നിട്ട് പറയാ ബാക്കി കഥ. പുറത്തേക്കാണ് ഇറങ്ങുമ്പോഴാണ് ചൂടിന്റെ പവറാണ് മനസ്സിലാണ്. ഒരു തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ചിരിക്കണം. പക്ഷെ ചൂട് ഇത്ര വലിയ വെയിലത്ത് ഈ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇതുപോലത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഓൾക്കൊക്കെ ശരിക്കും ഒരു സല്യൂട്ടൻ അടിക്കണം കേട്ടോ. ഷോപ്പിൽ വന്നപ്പോ പ്ലേറ്റ് നിറയെ ഫ്രൂട്ട് ചാട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചു. ആദ്യം കരുതിയത് ഓർഡർ ഉണ്ടാവും, ഓർഡറിന് വേണ്ടി സെറ്റ് ആക്കിയതാണ്. പിന്നെ മനസ്സിലായത് ഇത് മൊത്തം സ്റ്റാഫിന് കഴിക്കാനുള്ളതാണ്. അങ്ങനെ ഞാനും എടുത്തു. അതാ എരും മധുരം ഒക്കെ പാടായിട്ട് നമ്മളെ പഴയ സ്കൂള് പൂട്ടുമ്പോ നൊസ്റ്റു കാലം അങ്ങനെ ഓർമ്മ. ഇവനുണ്ട് മാസ്കും തൊപ്പിയും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാൽ വല്ല കോത്താമ്പി ലുക്കിൽ ഇങ്ങനെ വന്നു. എരും ലൈറ്റ് എന്നെ കൊണ്ട് ചാച്ചാക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തപോലെ ആ സൈഡിക്കാൻ മാറ്റിച്ചാല് ഞാൻ സൗകര്യം പോലെ തിന്നുകൊണ്ട് കാരണം അതിൽ ചാച്ച വേഗം തിന്നപ്പോ ഭയങ്കര ടേസ്റ്റ് ഇനി എരൊന്നും മനസ്സിലാകണില്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആകെ ഒരു കത്തല് തുടങ്ങി. വേഗം പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ചു. അതിൽ കുറച്ച് സമാധാനം കിട്ടി. ഇത് ഇന്നലെ നമ്മളെ ഷോപ്പിൽ വന്ന കസ്റ്റമറാണ്. സ്ഥിരമായിട്ട് വരലുണ്ട്. പക്ഷെ എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നിയത് എന്നുള്ളത് എനിക്കറിയില്ല. ഇയാളെ കാണാൻ ഒരു സദ്ദാം ഹുസൈന്റെ കട്ടില്ല. വീഡിയോന്റെ ഫസ്റ്റ് പറഞ്ഞത് ഓർമ്മല്ലേ. ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞാണ് പിറ്റേത് നേരം വെളുത്താണ് നോക്കുമ്പോ ബെഡിൽ ആളായിരിക്കും. മേലെ കടന്നീനെ ചെങ്ങായി ഇപ്പൊ താഴത്തെത്തിക്കണം. ഈ പ്രവാസ ലോകത്ത് റൂമിൽ വരുമ്പോഴാണ് കുറച്ച് സമാധാനം. അത് താഴത്തെ ബെഡും കൂടി ആണെങ്കിൽ ഇരട്ടി സമാധാനമായിരിക്കും. അപ്പൊ ഇതും ശുഭം.